ബാങ്ക് അറസ്റ്റിന്റെ ഏറ്റവും മോട്ടീവ് നിങ്ങളുടെ പണം സ്വന്തമാക്കലല്ല. കാരണം നിങ്ങൾക്ക് അവർ തന്നെയാണ് പണം തന്നത് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തന്നതും അവർ തന്നെയാണ്. അവർക്ക് ആ പണം എടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അവർക്ക് വേണ്ടത് പവർ. പവർ മീൻസ് ഫ്രീഡം പവർ. അതായത് ഇവിടെ ആർക്കും ഫ്രീഡം ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ ഫ്രീഡം ഇല്ല അല്ലേ? നിങ്ങൾ കുടിക്കാൻ പണം കൊടുക്കുന്നുണ്ട്, ശ്വസിക്കാൻ പണം കൊടുക്കുന്നുണ്ട് അല്ലെ? AC വിഷമടങ്ങിയ വായു, ഭക്ഷണം, ജങ്ക് ഫുഡ്, വിഷമാണെങ്കിൽ പോലും അത് കൊടൂരമായ വില കൊടുത്ത് നിങ്ങൾ മേടിക്കുന്നു. നിങ്ങളുടെ വസ്ത്രം, ഇതെല്ലാം അവരുടെ തന്നെയാണ്. അതായത് അവർ 1947 ഇവിടുന്ന് പോയെങ്കിലും അവർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ഓക്കെ, അവരുടെ കളിപ്പാവുകൾ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ പോലീസുകാർ, ഇവരെല്ലാം. മനസ്സിലായില്ലേ? നമ്മുടെ ലോ ആൻഡ് സിസ്റ്റം എല്ലാം ഓക്കെ. ഡ്രഗ്സ് അവരിങ്ങോട്ട് ഒഴുക്കുന്നു, ക്രിപ്റ്റോ കറൻസി, ഇതെല്ലാം വഴിയാണ് ഈ പറയുന്ന ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം. ആൽക്കഹോൾ അല്ലെ, ഫോറിൻ ലിക്കർ, ഇതെല്ലാം യുവത്വം ഇല്ലാതാക്കിക്കൊണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഇല്ലാതായിക്കൊണ്ട് യാതൊരുവിധ ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ട്രൂ മനസ്സിലാവും, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാലോ അവർ അതിനെതിരെ വരും. അപ്പൊ അത് അവർക്ക് പാടില്ല. അതുകൊണ്ടാണ് ബാങ്ക് അറസ്റ്റ് വേറെ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും സോഫ്റ്റ്വെയർ ഇല്ല. എന്താണ് സെർവർ? എന്താണ് സോഫ്റ്റ്വെയർ? എന്താണ് കമ്പ്യൂട്ടർ? എന്താണ് ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കി വിട്ടത് തന്നെ മൈക്രോസോഫ്റ്റ് അല്ലേ? ബിൽഗേറ്റ്സ് അറിയാത്ത ഒന്നും ഉണ്ടാവില്ല കമ്പ്യൂട്ടറിൽ. അവര് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം നമുക്കറിയാം. എത്ര വലിയ ഹാക്കർ ആണെങ്കിലും, എന്ത് വലിയ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിലും, കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഒരാൾക്കല്ലേ അതിനെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് ജസ്റ്റ് ഒരു സ്വിച്ചിൽ നെക്കി കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവിധ സെർവറും പോകും. ഈ ഇന്റർനെറ്റും എല്ലാം എലോൺ മസ്കിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കും, ഈ പറയുന്ന സിസ്റ്റവും എല്ലാം ഇല്ലാതാവും. ഓക്കെ, കറണ്ടും എല്ലാം ഇല്ലാതായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കും. കാരണം നമുക്കിവിടെ വായുവില്ല, വെള്ളമില്ല, ഭക്ഷണമില്ലാത്ത രീതിയിലാക്കി കഴിഞ്ഞു. ഓക്കെ, അത് തന്നെയാണ് ഗാസയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. യുദ്ധം വഴി അവർ ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്ക് കുറെ സ്ഥലത്ത് നാച്ചുറൽ കലാമിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തു. കാരണം AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഒരുപാട് കരണ്ട് വേണം. കരണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? അവർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാടെല്ലാം വെട്ടി സോളാർ എല്ലാം പാകിക്കുന്നു. വേറൊന്നുമല്ല, ഇതെല്ലാം ഈ ഒരു സ്ഥലം ഡ്രൈൻ ചെയ്തോണ്ടിരിക്കണേ. പക്ഷെ നമ്മളെല്ലാവരും അതിന് ഒരു കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓരോ റീൽസ് അല്ലേ, പൊട്ട റീൽസ് എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ സ്പൈനൽ കോഡും നമ്മുടെ സെർവൽ സ്പൈനൽ ഫ്ലൂയിഡ് എല്ലാം ഇല്ലാതായിക്കൊണ്ട്. അപ്പോൾ അതിന്റെ പുറകിൽ വേറൊന്നുമല്ല, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാവിധ പണവും അവരുടെ കയ്യിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നവംബർ 8, 2016 നോട്ടങ്ങ് ഇല്ലാതാക്കി. ഒരിക്കലും ഒരു പ്രായമുള്ള ചായക്കടക്കാരൻ അപ്പൂപ്പന് അത് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അത് പൊക്കെന്നുള്ള കമാൻഡ്. അതോടൊപ്പം തന്നെ ജിയോ, അംബാനി അല്ലേ, പുള്ളിക്കും സിമ്മിനെ കുറിച്ച് ഇന്റർനെറ്റ് എന്താണെന്നും അറിയില്ല. കുറെ നെറ്റ് നമുക്ക് ഫ്രീ ആയിട്ടായിരുന്നു, സിം ഫ്രീ ആയിട്ടായിരുന്നു. അപ്പൊ അതും അവര് തന്നെ അല്ലെ, അമേരിക്ക, ട്രംപ്, ഇവരുടെ എല്ലാ ഒരു കളി. അപ്പൊ ബയോളജിക്കൽ വാർ കഴിഞ്ഞ് കുട്ടികളുടെയും മനുഷ്യരുടെയും യങ്സ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും ബുദ്ധി ഇല്ലാതാക്കാൻ വേണ്ടി നെറ്റും കാര്യങ്ങളെല്ലാം തന്നു. പിന്നെ പണം കൊടുത്ത് കുറെ ഭ്രമിപ്പിച്ചു. അപ്പോൾ കംപ്ലീറ്റ് ആയി, ബയോളജിക്കൽ വാറും കംപ്ലീറ്റ് ആയി. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഒരുപാട് സാധനങ്ങളൊക്കെ പെരട്ടുന്നു, ഒരുപാട് സാധനങ്ങൾ കഴിക്കുന്നു അല്ലെ, ഓൺലൈൻ ഫുഡ് ഡെലിവറി, ഇതെല്ലാം വിഷം. അപ്പൊ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഇല്ലാതാക്കി അല്ലെ. ഫാറ്റി ലിവർ എല്ലാവർക്കും വന്ന് മരണം. വാക്സിൻസ്, അതോടൊപ്പം വാക്സിൻസ്, ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം ബയോളജിക്കൽ വാർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് ബാങ്ക് അറസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്ന ആ ഒരു തുക എത്ര വലിയ തുകയാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടില്ല.